കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗൾഫ് മേഖല സംഘർഷഭരിതമാണ്. യമൻ വിഷയത്തിൽ രണ്ട് പ്രധാന ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിൽ വൻ സംഘർഷ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സംഘർഷം ലഘൂകരിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ നയതന്ത്ര നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൗദി UAE വിദേശകാര്യ മന്ത്രിമാരുമായി ഫോണിൽ സംസാരിച്ചു. കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ പ്രശ്നപരിഹാരത്തിന് ചർച്ചകൾ ആവശ്യമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. സൗദി അറേബ്യയുടെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും സുരക്ഷ തങ്ങളുടെ സുരക്ഷയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഖത്തർ പ്രതികരിച്ചത്. യഥാർത്ഥത്തിൽ സൗദിയും UAEയും തമ്മിലുള്ള ബന്ധം വഷളാവാൻ കാരണമെന്ത് പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. UAE സൗദി തർക്കത്തിന് പിന്നിൽ എന്ത്? യമൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർക്ക് എതിരായ ഒന്നിച്ച് പോരാടിയ സഖ്യകക്ഷികളായിരുന്നു സൗദിയും UAEയും. എന്നാൽ കാലക്രമേണ ഇവരുടെ താൽപര്യങ്ങൾ ഭിന്നിച്ചു. സൗദി അറേബ്യ യമനിലെ ഔദ്യോഗിക സർക്കാരിനെ പിന്തുണയ്ക്കുമ്പോൾ UAE പിന്തുണയ്ക്കുന്നത് ദക്ഷിണ യമന്റെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന STC എന്ന വിഘടനവാദി ഗ്രൂപ്പിനെയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ STC കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്തതോടെ സൗദി അവർക്കെതിരെ വ്യോമാക്രമണം നടത്തി. ഇതിനെ തുടർന്നാണ് UAE സൈന്യത്തെ പിൻവലിച്ചതും ദ്വീപിലെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടതും. യമനിലെ വിഘടനവാദി സംഘടനയായ സദേൺ ട്രാൻസിഷണൽ കൗൺസിലിനെ UAE പിന്തുണയ്ക്കുന്നതായി സൗദി അറേബ്യ ആരോപിക്കുന്നു. ഇത് അതിർത്തിയിൽ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കമാണെന്നും ഇത് തങ്ങളുടെ റെഡ് ലൈൻ ആണെന്നും റിയാദ് വ്യക്തമാക്കി. ഹൂതികൾക്ക് എതിരെ ഒന്നിച്ചു പോരാടിയ രാജ്യങ്ങളാണെങ്കിലും പിന്നീട് ഇവരുടെ തന്ത്രങ്ങൾ വഴിപിരിയുകയായിരുന്നു. സൗദി അറേബ്യ യമനിലെ ഔദ്യോഗിക സർക്കാരിനെ പിന്തുണയ്ക്കുമ്പോൾ UAE തെക്കൻ വിഘടനവാദികളുമായി ബന്ധം സ്ഥാപിച്ചു. STCയെ ഉപയോഗിച്ച് UAE കലാപത്തിന് പ്രേരിപ്പിക്കുകയാണെന്ന് സൗദിയുടെ പിന്തുണയുള്ള യമൻ പ്രസിഡൻഷ്യൽ കൗൺസിൽ തലവൻ റഷാദ് അൽ അലിമി വ്യക്തമാക്കി. UAE സൈന്യത്തിന് രാജ്യം വിടാൻ അദ്ദേഹം 24 മണിക്കൂർ സമയവും അനുവദിച്ചിരുന്നു. ദൗത്യം അവസാനിപ്പിച്ചതായി UAE. യമനിൽ അവശേഷിക്കുന്ന ഭീകരവിരുദ്ധ സേനാ വിഭാഗങ്ങളുടെ ദൗത്യം സ്വമേധയാ അവസാനിപ്പിക്കുകയാണെന്ന് UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2019 തന്നെ UAE സൈനിക സാന്നിധ്യം കുറച്ചിരുന്നുവെങ്കിലും ചില പ്രത്യേക വിഭാഗങ്ങൾ അവിടെ തുടരുന്നുണ്ടായിരുന്നു. അന്താരാഷ്ട്ര പങ്കാളികളുമായുള്ള ഏകോപനത്തിന്റെ ഭാഗമായാണ് തങ്ങൾ അവിടെ തുടർന്നത് എന്നും എന്നാൽ പുതിയ സാഹചര്യങ്ങൾ സമഗ്രമായ പുനഃപരിശോധനയ്ക്ക് കാരണമായെന്നും UAE വ്യക്തമാക്കി. സംഭവത്തിൽ UAEയുടെ പ്രതികരണം. എന്നാൽ സൗദിയുമായുള്ള ബന്ധം ദൃഢമെന്നാണ് UAEയുടെ പ്രതികരണം. യമനിലെ നിലവിലെ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട UAEയുടെ പങ്കിനെക്കുറിച്ച് വന്ന തെറ്റായ പ്രചാരണങ്ങളിലും കൃത്യതയില്ലാത്ത പ്രസ്താവനകളിലും വിദേശകാര്യ മന്ത്രാലയം കടുത്ത പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. സൗദി അറേബ്യയുടെ സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഒരു നീക്കവും UAEയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. യമനിലെ വിവിധ കക്ഷികൾക്കിടയിലുള്ള ആഭ്യന്തര തർക്കങ്ങളിലേക്ക് UAEയുടെ പേര് വലിച്ചിഴയ്ക്കാനുള്ള ശ്രമങ്ങളെ അധികൃതർ തള്ളി. സൗദിയുടെ അതിർത്തികളെ ലക്ഷ്യം വയ്ക്കാൻ ഏതെങ്കിലും വിഭാഗത്തിന് നിർദ്ദേശം നൽകിയെന്ന ആരോപണം UAE അപലപിച്ചു. മുഗല്ല തുറമുഖത്ത് എത്തിയ കപ്പലുകളിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്ന വാദവും UAE തള്ളി. ഇത് സംബന്ധിച്ച് സൗദി അധികൃതരുമായി ഉന്നതതല ഏകോപനം ഉണ്ടായിരുന്നുവെന്നും കപ്പലുകൾ തുറമുഖം വിട്ടു പോകില്ലെന്ന ധാരണ ഉണ്ടായിരുന്നുവെന്നും UAE വ്യക്തമാക്കി. സഖ്യകക്ഷികളുമായി കൂടിയാലോചിക്കാതെയാണ് ഈ വിഷയത്തിൽ സൈനിക വക്താവ് പ്രസ്താവന പുറപ്പെടുവിച്ചതെന്നും വിശദീകരണം നടത്തി. യമൻ സർക്കാരിന്റെ ക്ഷണപ്രകാരം സൗദി നേതൃത്വത്തിലുള്ള അറബ് സഖ്യത്തിന്റെ ഭാഗമായാണ് UAE പ്രവർത്തിക്കുന്നത്. ഭീകരതയെ ചെറുക്കുന്നതിനും നിയമസാധുത പുനഃസ്ഥാപിക്കുന്നതിനുമായി UAE വലിയ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. അൽ ഖ്വയ്ദ, ഹൂത്തികൾ തുടങ്ങിയ ഗ്രൂപ്പുകളിൽ നിന്ന് വലിയ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന ഈ ഘട്ടത്തിൽ സഖ്യകക്ഷികൾക്കിടയിൽ കൂടുതൽ വിവേകവും ഏകോപനവും ആവശ്യമാണെന്ന് UAE ഓർമ്മിപ്പിച്ചു. സൗദിയുടെ പരമാധികാരത്തെയും ദേശീയ സുരക്ഷയെയും പൂർണ്ണമായി ബഹുമാനിക്കുന്നുവെന്നും മേഖലയുടെ സ്ഥിരതയ്ക്കായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. രാഷ്ട്രീയമായ ഒത്തുതീർപ്പിലൂടെ യമൻ പ്രതിസന്ധി പരിഹരിക്കാനാണ് മുൻഗണന നൽകേണ്ടതെന്നും UAE പറഞ്ഞു. സാമ്പത്തികാഘാതവും എണ്ണ വിപണിയും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം എണ്ണ വിപണിയെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഒപെക് അംഗങ്ങളായ സൗദിയും UAEയും തമ്മിലുള്ള ഭിന്നത എണ്ണ ഉൽപാദനം സംബന്ധിച്ച് ഏകോപനത്തെ ബാധിച്ചേക്കുമെന്നും ആശങ്കയുണ്ട്. വരുന്ന ഞായറാഴ്ച നടക്കാനിരിക്കുന്ന OPEC+ യോഗത്തിൽ മുന്നോടിയായി ഉണ്ടായ ഈ തർക്കം വിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചു. ഗൾഫിലെ ഓഹരി വിപണികളിലും ഇടിവ് രേഖപ്പെടുത്തി. UAE സൈന്യം താൽക്കാലികമായി പിൻവാങ്ങുന്നത് ശാന്തിക്ക് വഴിതെളിച്ചേക്കാമെങ്കിലും STCക്ക് UAE നൽകുന്ന രാഷ്ട്രീയവും സാമ്പത്തികവുമായ പിന്തുണ തുടരുമോ എന്നതാണ് നിർണായകമായ ചോദ്യം. പാകിസ്ഥാനും വെല്ലുവിളിയും ആശയക്കുഴപ്പവും. സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിലുള്ള സംഘർഷം പാകിസ്ഥാൻ ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാന് ഇരു രാജ്യങ്ങളുമായും സുപ്രധാന ബന്ധമുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം സൗദി അറേബ്യയുമായുള്ള ഒരു തന്ത്രപരമായ പ്രതിരോധ കരാർ ഇസ്ലാമാബാദിൽ സംഘർഷം വർദ്ധിപ്പിച്ചു. ഈ കരാർ പ്രകാരം സൗദി അറേബ്യയെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ അത് പാകിസ്ഥാനെതിരായ ആക്രമണമായി കണക്കാക്കപ്പെടും.
അത്തരമൊരു സാഹചര്യത്തിൽ സൗദിയും യു എയും തമ്മിൽ യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ റിയാദിലേക്ക് സൈന്യത്തെ അയക്കുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്നു. പ്രതിരോധ കരാർ പ്രകാരം യു എയും സൗദിയും തമ്മിൽ യുദ്ധം ആരംഭിച്ചാൽ പാകിസ്ഥാൻ അത് സ്വയം ആക്രമണമായി കണക്കാക്കുമെന്ന് പാകിസ്ഥാൻ പത്രപ്രവർത്തകൻ പറഞ്ഞു. അതേസമയം ഈ ആക്രമണം സൗദി അറേബ്യയും യു എയും തമ്മിൽ നിലവിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ വഷളാക്കി. സാഹചര്യം പാകിസ്ഥാന് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യവും സൃഷ്ടിക്കുന്നുണ്ട്. പാകിസ്ഥാനിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശ പണം അയക്കാൻ സ്രോതസ്സും ആവശ്യ എണ്ണ വിതരണക്കാരുമാണ് സൗദി അറേബ്യ. 2 ദശലക്ഷത്തിൽ അധികം പാകിസ്ഥാനികൾ സൗദി അറേബ്യയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം ദശലക്ഷക്കണക്കിന് പേർ യുണൈറ്റഡ് അറബ് എമിറേറ്റുകളിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിലെ സമ്പന്നർക്ക് ദുബായ് ഒരു രണ്ടാം വീട് പോലെയാണ്. എന്നാൽ യുദ്ധമുണ്ടായാൽ അസീം മുനീർ സൗദി അറേബ്യയ്ക്കൊപ്പം യു എക്കെതിരെ സൈന്യത്തെ വിന്യസിക്കുമോ എന്നാണ് അന്താരാഷ്ട്ര ലോകം ഉറ്റുനോക്കുന്നത്.